നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ എംബസിക്ക് സമീപം ചൊവ്വാഴ്ച വൈകിട്ടുണ്ടായ സ്ഫോടനത്തിന് അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്ന സൂചനയെ തുടർന്ന് ഡൽഹിയിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ സുഹൃത്തായ ഇന്ത്യക്കുള്ള മുന്നറിയിപ്പാണോ എന്നാണ് സംശയിക്കുന്നത്. ഇന്ത്യയിലെ തങ്ങളുടെ പൗരന്മാർക്ക് ഇസ്രായേൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കായി ഡൽഹി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഭീകരാക്രമണ സംശയമുള്ളതിനാൽ ദേശീയ അന്വേഷണ ഏജൻസിയും അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. എംബസിക്കും ജൂത സ്ഥാപനങ്ങൾക്കും സുരക്ഷ ശക്തമാക്കി. ഇസ്രായേൽ പൗരന്മാർ മാളുകൾ, മാർക്കറ്റുകൾ തുടങ്ങി തിരക്കേറിയ സ്ഥലങ്ങളിൽ പോകരുതെന്ന് നിർദ്ദേശമുണ്ട്. ഗാസ യുദ്ധത്തിൻ്റെ പേരിൽ ഇസ്രായേലിനോടുള്ള വിരോധം വ്യാപകമാകും പോലെ അടുത്തടുത്ത ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളുടെ തുടർച്ചയാണ് എംബസിക്ക് സമീപത്തെ സ്ഫോടനമെന്നും കരുതുന്നു. യമൻ, ലെബനൻ, സിറിയ എന്നിവിടങ്ങളിലെ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ ഹമാസിനെ പിന്തുണച്ച് ഇസ്രായേലിനും സഖ്യകക്ഷികൾക്കും നേരെ ആക്രമണം തുടരുകയാണ്. സിറിയയിലെ ഇറാൻ ജനറൽ സെയ്ൻ റാസി മൗസവി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഡൽഹിയിൽ വിവിധ രാജ്യങ്ങളുടെ എംബസികൾ സ്ഥിതി ചെയ്യുന്ന ചാണക്യപുരിയിലെ അതിസുരക്ഷാ മേഖലയിലെ സ്ഫോടനം. ഗുജറാത്ത് തീരക്കടലിൽ ഇസ്രായേൽ കപ്പലും ചെങ്കടലിൽ ഇന്ത്യൻ കപ്പലും ആക്രമിക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ്. പിന്നാലെ നടന്ന സ്ഫോടനം ഇന്ത്യൻ ഏജൻസികൾ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇസ്രായേൽ എംബസിക്ക് നേരെ ആക്രമണം ആദ്യമല്ല. 2 വർഷം മുമ്പ് എംബസിക്ക് സമീപം IED സ്ഫോടനം നടന്നിരുന്നു. 3 കാറുകളുടെ ചില്ലുകൾ തകർന്നു. 2012 കാർ ബോംബ് പൊട്ടി ഇസ്രായേൽ നയതന്ത്രജ്ഞൻ്റെ ഭാര്യ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. സ്ഫോടനത്തിന് തൊട്ടുമുമ്പ് അതുവഴി പോയ 2 യുവാക്കളുടെ ദൃശ്യങ്ങൾ പരിസരത്തെ CCTVകളിൽ ഉണ്ട്. ഇവരെ കണ്ടെത്താൻ തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇസ്രായേലിനെതിരെ ജിഹാദ് പ്രഖ്യാപിക്കുന്ന ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത കത്ത് സ്ഫോടന സ്ഥലത്ത് നിന്ന് ലഭിച്ചു. ഇസ്രായേലി അംബാസഡർക്കുള്ള കത്തിൽ പാലസ്തീൻ, ഗാസ, സയോണിസ്റ്റ് എന്നീ വാക്കുകളും സർ അള്ള റെസിസ്റ്റൻസ് എന്ന സംഘടനയുടെ പേരുമുണ്ട്. കത്ത് ഫോറൻസിക് പരിശോധനയിലാണ്.